കർണാടകയിൽ മുസ്ലിം ആയതിന്റെ പേരിൽ പ്രധാന അധ്യാപകനെ മാറ്റാൻ സ്കൂൾ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തി ശ്രീരാമസേന പ്രവർത്തകർ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇക്കഴിഞ്ഞ ജൂലൈ 14-ന് കർണാടകയിലെ ബെലിഗാവിലാണ് സംഭവം നടന്നത്. മുസ്ലിമായ പ്രധാനാധ്യാപകനെ പുറത്താക്കാൻ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയായിരുന്നു ശ്രീരാമസേനക്കാരുടെ ക്രൂരത. വിഷയത്തിൽ ശ്രീരാമസേനയുടെ താലൂക്ക് നേതാവ് ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. താലൂക്ക് നേതാവായ സാഗർ പട്ടേൽ, കൃഷ്ണ മാടാർ, മകൻ ഗൗഡ പട്ടേൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ ഹെഡ്മാസ്റ്ററായ സുലൈമാൻ ഗോറിനക്കിനെ നാണം കെടുത്തി സ്കൂളിൽ നിന്നും സ്ഥലം മാറ്റാൻ ലക്ഷ്യമിട്ട് നടത്തിയ ഗൂഢാലോചനയാണ് കൃത്യത്തിന് പിന്നിൽ. കഴിഞ്ഞ 13 വർഷമായി LP സ്കൂളിലെ പ്രധാനാധ്യാപകനാണ് സുലൈമാൻ ഗോറിനക്. ബെലിഗാവിയിലെ ഹൂലിക്കട്ടി സർക്കാർ ലോവർ പ്രൈമറി സ്കൂളിലെ 12ഓളം വിദ്യാർത്ഥികൾക്ക് വാട്ടർ ടാങ്കിലെ വെള്ളം കുടിച്ച് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ടാങ്കിൽ കീടനാശിനി കലർത്തിയതായി കണ്ടെത്തി. സാഗർ പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം സ്കൂളിലെ തന്നെ ഒരു വിദ്യാർത്ഥിയെ ഉപയോഗിച്ച് ടാങ്കിൽ കീടനാശിനി കലർത്തുകയായിരുന്നു. ചോക്ലേറ്റും പണവും നൽകിയാണ് പ്രതികൾ കുട്ടിയെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് ബെലിഗാവ് സൂപ്രണ്ട് ഭീംശങ്കർ ഗുലേത് വ്യക്തമാക്കി. മറ്റൊരു ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുമായി കൃഷ്ണമടാറിനുള്ള ബന്ധം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സാഗർ പട്ടേൽ കൃഷ്ണമടാറിനെ ഗൂഢാലോചനയിൽ പങ്കെടുപ്പിച്ചത്. രാജ്യത്ത് വളർന്നുവരുന്ന വർഗീയ വിദ്വേഷം കുട്ടികളുടെ ജീവനെടുക്കുന്ന പ്രവർത്തികളായി മാറുന്നതിന് ഉത്തമ ഉദാഹരണമാണ് കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.